ഇവിടെ ഇരിക്കുന്ന എന്റെ വാപ്പമാരോട്, എന്റെ പൊന്നുമ്മമാരോട്, എന്റെ കരളിന്റെ കഷണങ്ങളോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ യുവാക്കളെ, ഈ രണ്ട് ചോദ്യം ചോദിക്കാതെ റബ്ബ് ഒരാളെയും അവിടെ നിന്ന് പറഞ്ഞു വിടൂല, ഒരാളെയും അവിടെ നിന്ന് പോകാൻ പറയൂല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമതായിട്ട് പറയുന്നൊരു കാര്യമേതാ? സ്വഹാബ, അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ പറ്റിയിട്ടാണ്. ഈ മിത്തബയിലേക്ക് ഒരുപാട് പ്രാവശ്യം പ്രഭാഷണത്തിന് വന്നവനാണ്. ഇവിടെ ബാപ്പയെ പറ്റിയിട്ട് ഞാൻ വഅദ് പറഞ്ഞിട്ടുണ്ട്, ഉമ്മയെ പറ്റിയിട്ട് ഞാൻ വഅദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയ ഒരു ചരിത്രത്തിലേക്കും ഞാൻ കടന്നു പോകൂല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആദ്യം പറയുന്നു നിന്റെ ഉമ്മയെ പറ്റിയാ. ആ പ്രിയപ്പെട്ട ഉമ്മയെ വെറുപ്പിച്ചവനുണ്ടോ? അവരെ കുറ്റപ്പെടുത്തിയവനുണ്ടോ? അവരെ കളിയാക്കിയവരുണ്ടോ? അവരെ ആക്ഷേപിച്ചവരുണ്ടോ? അങ്ങനെ ഉള്ള മക്കളുണ്ടോ? ദുനിയാവിന്റെ പുറത്തുനിന്ന് വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചു കൊണ്ടുപോകുമ്പോ അവരുടെ ആ മയ്യത്തിന്റെ ആ കെട്ടിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അവസ്ഥ എന്തെന്നറിയോ? അതുമാത്രവുമല്ല, ആരുമില്ലാത്ത ഏകാന്തതയുടെ മൂകാന്തമായ കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ ഫയതഖല്ലബു അലൽ ജംരി ലൈലൻ വനഹാറാ, രാവംന്നില്ല പകലംന്നില്ല. ആ കബറിന്റെ ഉള്ളിൽ നാലു ഭാഗത്തുനിന്ന് തീ കൊണ്ട് നിറക്കുകയാണ്. നാലു ഭാഗത്തുനിന്ന് തീയാ, വലതുഭാഗത്തുനിന്ന് തീയാ, ഇടതുഭാഗത്തുനിന്ന് തീയാ, മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ തീയാട്. എന്നാലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ വിട പറഞ്ഞു പോയ ഉമ്മയോട് വഴക്കുണ്ടാക്കിയവരാണോ? ഉമ്മയെ കുറ്റപ്പെടുത്തിയവരാണോ? ഉമ്മയെ കളിയാക്കിയവരാണോ? ഉമ്മയെ ആക്ഷേപിച്ചവരാണോ? എന്നാ മയ്യത്ത് പൊതിഞ്ഞിട്ട് വെള്ളത്തുണിയിൽ ആളുകൾ ചുമന്നു കൊണ്ടുപോകുമ്പോഴും ആ പൊതിയുടെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവേ, ശരീരം തീ കൊണ്ട് കത്തിക്കുന്നത് പോലെയാണ്, തീ കുണ്ടാരത്തിൽ കിടക്കുന്നത് പോലെയാ. ഇനിയും അല്ലാഹു നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഇന്നതാ നമ്മുടെ ഇടതുഭാഗത്തിരിക്കുന്ന എന്റെ ഇടതുഭാഗത്തും നിങ്ങളുടെ വലതുഭാഗത്തും ഇരിക്കുന്നവരില് ഇവിടെ ഇരിക്കുന്ന മക്കളുടെ ഉമ്മയുണ്ടല്ലോ, ചെറുപ്പക്കാരുടെ ഉമ്മയുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. മക്കളെ എന്ന് വിളിച്ചൊരുപാട് സ്നേഹം തന്നവരാണ്. മക്കൾ ഉറങ്ങാതെ മക്കൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കാത്തിരിക്കുന്നവരാ. മക്കൾക്ക് രോഗം വന്നാ ഏറ്റവും കൂടുതൽ കരയുന്നത് മക്കളല്ല, ഉമ്മയാ. അങ്ങനെ ഉള്ള ഉമ്മമാര് ഇന്നത്തെ ഈ വാളിന്റെ മജ്ലിസിൽ കിടന്നിരിപ്പുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അവരെ വെറുപ്പിക്കല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ, അവരെ ആക്ഷേപിക്കല്ലേ. നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തു പോയാലും പടച്ചറപ്പേ, പടച്ചവന്റെ പള്ളിയില് റമളാനിക്കൊന്ന് കടന്നു വന്നിരുന്നിട്ട് ഒന്ന് നിസ്കരിച്ചു പോയാ, ഒന്ന് നോമ്പ് നോറ്റു പോയാ, ഒരു ഖതമോദി പോയാ അല്ലാഹു നമുക്കൊക്കെ പൊരുത്തപ്പെട്ട് തരുമെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ച് കഴിഞ്ഞുകൂടിയവരല്ലേ നമ്മള്. എന്നാൽ എന്റെ യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരാ, ഒരിക്കലുമില്ല ഇനി ഹജ്ജുകൾ ചെയ്തവരാകട്ടെ, ഉംറ ചെയ്തവരാകട്ടെ, സക്കാത്ത് കൊടുത്തവരാകട്ടെ, സ്വതക്ക ചെയ്തവരാകട്ടെ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയവരാകട്ടെ, എന്റെ കൂട്ടുകാരെ പഠിച്ചുകൊള്ളുക. ഹജ്ജ് ചെയ്യാൻ വേണ്ടി കടന്നു പോകുന്നവനാണെങ്കിൽ പോലും ഉമ്മാടെ പൊരുത്തമില്ലേ, നിങ്ങളുടെ ഹജ്ജ് റബ്ബിന് വേണ്ട. എത്രത്തോളം ഞാൻ ഇത് പറയുന്നതെന്നറിയോ? നമ്മൾ ഏതായാലും നമ്മൾ മരിക്കും. ആ മരിക്കണ സമയം നമ്മളെ വെള്ള പുതപ്പിക്കും. ആ വെള്ള പുതപ്പിക്കുമ്പോ അതിൽ നല്ല കൂളുണ്ടാവണോ? ഉമ്മാന്റെ പൊരുത്തം ഉണ്ടാവണം. ഇല്ലെങ്കിലോ നരകത്തിന്റെ ആ തീയിന്റെ ചൂടിന്റെ ആരംഭം അവിടെ മുതൽ ആരംഭിക്കുന്നതാണ്. ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെത്തബയോട് എനിക്കൊരു വല്ലാത്തൊരു സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇവിടെ തന്നെ ഇങ്ങനെ വരിക. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1 മാസം 2 മാസം എന്നല്ല, 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നൊക്കെ അങ്ങനെ മാറ്റിക്കൊടുക്കും. ഇവിടെ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? പലരും എനിക്ക് ബന്ധുക്കളെ പോലെയാണ്, സ്നേഹമാണ്. അതുകൊണ്ട് പറയുന്നു ഉറക്കെ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ വാക്കല്ലേ. എന്തിനേറെ നമ്മളൊക്കെ ഉസ്താദുമാര്, പഴയ ഉസ്താദുമാര് വഅദ് പറയുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ കഥ പറയും. പിന്നെ അവിടുന്ന് ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു മഹാനുഭാവന്റെ ചരിത്രം പറയാറുണ്ട്. പണ്ടുള്ള ഉമ്മമാർക്കൊക്കെ അതറിയാം. ഹജ്ജിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു. മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടിയിട്ട് കൊതിക്കുകയാണ്. പല പ്രാവശ്യം ഉമ്മാന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, ഉമ്മ ഞാനൊന്ന് ഹജ്ജിന് പോട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെങ്ങനെ ഹജ്ജിന് പോകാനാ? ഉമ്മയെ നോക്കാൻ ഒരാളില്ലല്ലോ. ഉമ്മ ഒറ്റക്കല്ലേ പൊന്നുമോനെ, ഒരു കൂടപ്പറപ്പെന്ന് പറയാ ഒരാളുമില്ലല്ലോ. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പോകല്ലേ എന്നവിടുന്ന് ഫദ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുമ്പോ ഫദ്ൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിന്തിക്കുകയാണ്, ഹജ്ജിനല്ലേ കടന്നു പോകുന്നത്, റബ്ബെനിക്ക് പൊരുത്തപ്പെട്ടു തരൂലേ, അല്ലാഹുവിനിക്ക് മാപ്പ് തരൂലേ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അന്ന് രാത്രിയാകുമ്പോ അടുത്തുള്ള ഒരു പള്ളിയിൽ കയറിയിട്ട് നല്ലതുപോലെ നിസ്കരിക്കാമല്ലോ, വിശ്രമിക്കാമല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് നാളെ കടന്നു പോകാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്കൊന്ന് കടന്നിരുന്നിട്ട് വിശ്രമിച്ച് ഖുർആൻ ഓതുമ്പോ ആ നാട്ടിൽ ഒരു കളവ് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നടക്കുമ്പോ ആ കള്ളനെ ആളുകൾ ഓടിച്ചു കൊണ്ടുവരുമ്പോ ആ കള്ളൻ വന്ന് കയറിയത് ഫദ്ൽ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന, ഇബാദത്തെടുക്കുന്ന, ഖുർആൻ ഓതുന്ന സ്ഥലത്താണ്. അവരതാ ചെന്ന് നോക്കുമ്പോ അവിടെ ഇരിക്കുന്ന ഫദ്ൽ തങ്ങളാണ്. വന്നവർക്കറിയില്ലല്ലോ ഫദ്ലാണ് ഇരിക്കുന്നതെന്ന്. മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിട്ട് കൊണ്ട് പിടിക്കുകയാണ്. അല്ലാഹുവേ, അവര് പൂട്ടിട്ട് പിടിച്ചുകൊണ്ട് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോവുകയാ. രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോകുമ്പോ രാജാവ് ഓർഡർ പുറപ്പെടുവിക്കുകയാണ്, ഇവൻ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് മോഷ്ടിച്ചവനാ, അവന്റെ കൈ മുറിക്കട്ടെ, അവന്റെ കാല് മുറിക്കട്ടെ, അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ, അതുപോലെ അവന്റെ അവയവങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു വടിയുടെ പുറത്ത് അവന്റെ കൈകാലുകളില്ലാത്ത മാംസപിണ്ഡമായ ശരീരം കുത്തിയെടുത്തിട്ട് അങ്ങാടിയിലൂടെ കൊണ്ടു നടന്നിട്ടു നിങ്ങൾ പറയുമോ, ഇനി ഇവിടെ ആര് വന്നിട്ട് മോഷ്ടിച്ചാലും അവന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് ആളുകളോട് കൈകാലുകൾ മുറിക്കാൻ പറയുമ്പോ ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു വന്ന ഫദ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ മുറിക്കുന്നു, കണ്ണ് ചൂഴ്ന്നെടുക്കുന്നു, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അറുത്തു മുറിക്കുന്നു. മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പിടയുകയാണ്. അവസാനം അങ്ങാടിയിലൂടെ ഒരു വടിയിൽ കുത്തിയെടുത്തിട്ട് ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കറങ്ങുകയാണ്. ആളുകൾ വിളിച്ചു പറയാ ഒരുങ്ങി, ഇനി ആരെങ്കിലും കടന്നു വന്നിട്ട് ഇവിടെ മോഷണം നടത്തിയാൽ അവന്റെ അവസ്ഥ ഇതാകുമെന്ന് പറയുമ്പോ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഫബക്കാ ബുകാഅൻ ശദീദാ, പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാണ്. കരഞ്ഞിട്ടു പറഞ്ഞു, നിങ്ങൾ എന്നെ കള്ളനെന്ന് പറയല്ലേ, വേണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് പറഞ്ഞു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അവസാനം ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനെ വടിയുടെ പുറത്തുനിന്ന് താഴെ ഇറക്കുമ്പോ ഫദ്ൽ തങ്ങൾ ഉറക്കെ പറയാട്, എനിക്ക് ദാഹിക്കുന്നല്ലോ, എനിക്കൊരൽപ്പം വെള്ളം തരാമോ, ഏതെങ്കിലും ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് കൊണ്ട് കിടത്താമോ? അങ്ങനെ പറയുന്ന സമയത്ത് ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനെ അതാ കൊണ്ട് കിടത്തുന്ന ഒരു വീടിന്റെ ഫ്രണ്ടില് അവിടെ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്, വല്ലാത്ത ദാഹമാ, എനിക്ക് വല്ലതും തരാമോ, ഒരൽപ്പം വെള്ളം തരാമോ?
കഴിയില്ലല്ലോ എന്ന് പറയുമ്പോ വീടിന്റെ കത്തട്ടിൽ നിന്നൊരു പെണ്ണു പറയാ, ഞാൻ എങ്ങനെ ഭക്ഷണം കൊണ്ടുവരാനാ? നിങ്ങൾ ഈ ജനലിന്റെ ഭാഗത്തേക്ക് വരാമോ? ആ സമയത്ത് ഈ കിടക്കുന്ന ഫദൽ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എങ്ങനെ ജനലിന്റെ ഭാഗത്ത് വരാനാ? എനിക്ക് 2 കാലുകളില്ല. എന്നാ നിങ്ങളുടെ കൈയൊന്നു നീട്ടാമോ? ആ സമയം മഹാനായ ഫദൽ റളിയല്ലാഹു അൻഹു പറയാട്, എനിക്ക് 2 കൈകളില്ലല്ലോ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, കണ്ണടച്ച് പിടിക്ക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാ എന്ന് പറയുമ്പോ കിടക്കുന്ന ഫദൽ തങ്ങൾ പറയാ, അതിനെനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു മനുഷ്യനോ, കണ്ണില്ലാത്ത കാതില്ലാത്ത കൈയില്ലാത്തൊരു മനുഷ്യനോ വീടിന്റെ ഉള്ളിൽ നിന്ന് പെണ്ണിറങ്ങി വരികയാണ്. ഇറങ്ങി വന്നുകൊണ്ട് നോക്കുമ്പോ പടച്ചവനെ കൈകളില്ലല്ലോ. ബ്ലഡിൽ ഇങ്ങനെ കുളിച്ചിരിക്കുകയാണ്. കണ്ണിന്റെ സ്ഥാനത്ത് ഹോളുകളാ, കാതുകളില്ല, 2 കൈകളില്ല. ഉടൻ തന്നെ വിടന്ന് ചോദിച്ചു, നിങ്ങളാരാട്? ഈ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് മാംസപിണ്ഡമായി കിടക്കുന്ന ഫദൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാ പറഞ്ഞത് നിങ്ങൾ അന്യ പെണ്ണാണെന്ന്? ആരാ പറഞ്ഞത് നിങ്ങൾ അന്യ പെണ്ണാണെന്ന്? ഒരിക്കലും നിങ്ങൾ അന്യ ഒരു പെണ്ണല്ലല്ലോ. നിങ്ങൾ എന്റെ പുന്നാര ഉമ്മയാട്. പൊന്നുമ്മ, ഇത് നിങ്ങളുടെ പൊന്നുമോന് ഫളിലാ ഉമ്മ. ഉമ്മ, ഞാൻ അന്യനല്ല ഉമ്മ. എന്റെ ഉമ്മ എന്റെ പൊന്നുമോനാ ഉമ്മ. എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് കടക്കുമ്പോ, അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാത്തത് കൊണ്ട് എന്റെ 2 കാലുകൾ മുറിച്ചുമ്മ, എന്റെ 2 കൈകൾ മുറിച്ചുമ്മ, എന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തുമ്മ. അതുകൊണ്ട് എന്റെ ഉമ്മ അന്യതെന്ന് പറയല്ലേ. ന്റെ ഉമ്മ എവിടെ നിന്ന് മാംസപിണ്ഡമായി കിടക്കുന്ന ആ പൊന്നുമകനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നു. അല്ലാഹുവേ, ഞാനിതെന്താണ് കാണുന്നത്? എന്റെ ജീവന്റെ ജീവനായ പൊന്നുമോന്റെ കൈകാലുകളില്ല. ഇതെന്തോരവസ്ഥയാ. ഇന്ന് മിത്തബയിൽ താലപ്പെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നിരിക്കുന്ന അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്റെ ഇടം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ചിന്തിക്കാനുള്ള മസിൽ പവർ തന്ന ചെറുപ്പക്കാരാ, നിങ്ങളുടെ വീടിന്റെ കത്തട്ടിലുള്ള ശരീരം ചുക്കുചുളുഞ്ഞു പോയ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയ ആ പാവപ്പെട്ട ശരീരത്തിന്റെ ഉടമയായ നിന്റെ ഉമ്മ നിനക്കൊന്ന് സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോ ഇന്നവര് ഭാരമാണോ? ഇന്നവര് ഭാരമാണോ? അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുക. ഇന്നത്തെ വാള് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോയാൽ എന്റെ പല്ല് പൊഴിഞ്ഞു പോയ ഉമ്മയാകട്ടെ, ശരീരത്ത് ദുർഗന്ധമുള്ള ഉമ്മയാകട്ടെ, നമ്മളെപ്പോലെ നല്ല വസ്ത്രം ധരിക്കാത്ത ഉമ്മയാകട്ടെ, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്നുവെങ്കിൽ ആ ചുക്കുചുളഞ്ഞ കാൽപാദത്തിൽ വീണിട്ട് പൊരുത്തം ചോദിക്കാതെ കിടക്കൂലല്ലോ. ഈ ഒരു ഓർമ്മ എന്റെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകട്ടെ. ഒരു 3/4 മണിക്കൂറും കൂടെയാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കണ്ണു നിറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ദ്വാരക്കണം. എന്റെ പൊന്നുപ്പമാരെ, എന്റെ പൊന്നുമ്മമാരെ, എത്ര പെരുന്നാളുകൾ കടന്നുപോയി. നമ്മുടെ ഭാര്യക്ക് നമ്മൾ വസ്ത്രമെടുത്തവരാട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രമെടുത്തവരാട്, എല്ലാവർക്കും നല്ലതുപോലെ വില കൂടിയ വസ്ത്രമെടുത്തവരാട്. എന്നാൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് വില കൂടിയ വസ്ത്രം തരാമോ? ഇതെന്റെ ജീവന്റെ ജീവനായ എന്റെ ഉമ്മക്കാ എന്ന് പറയുന്ന മക്കള് കുറവല്ലേ? ഇന്നിവിടെ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് പണ്ടത്തെ കാലഘട്ടത്ത് ഒരു വസ്ത്രം പോലും മേടിക്കാനും നിവർത്തിയില്ലാതെ വരുമ്പോ അവരുടെ കാതിൽ കിടന്നിരുന്നത് തന്നില്ലേ, കയ്യിൽ കിടന്നിരുന്ന വളവൂരിയില്ലേ, ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് നല്ലതുപോലെ മക്കൾക്ക് വസ്ത്രം വാങ്ങാമോ എന്ന് പറഞ്ഞിട്ട് വില കൂടിയ വസ്ത്രം വാങ്ങി തന്ന ഉമ്മമാര് ഇന്ന് പല വീട്ടിന്റെ ഉള്ളില് അവര് കരയുകയാണ്.
എന്ത് പറഞ്ഞാലും അവര് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. എന്റെ യുവാക്കളെ, നിന്റെ ജീവന്റെ ജീവനായ ആ ഉമ്മയുടെ കണ്ണെങ്കാണമൊന്ന് നിറഞ്ഞു പോയാ ദുനിയാവിലും നിനക്ക് രക്ഷയില്ലല്ലോ, ആഖിറത്തിലും നിനക്ക് രക്ഷയില്ലല്ലോ, എവിടെയും നിനക്ക് സന്തോഷമില്ലല്ലോ. എല്ലാ സ്ഥലങ്ങളിലും പരാജയമാണെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മണിദീപമേ, സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 12:40 എന്റെ ട്രെയിനാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പുവരാൻ ഒരുപാട് ഞാൻ നിങ്ങളോട് പറയില്ല. വളരെ കുറഞ്ഞ സമയം നിങ്ങൾ ഇതേപോലെ അൽഹംദുലില്ലാഹ് ഈ ഒരു അച്ചടക്കത്തിൽ തന്നെ ഇരിക്കുക. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹിന്റെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറ. അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. വിട പറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ചില മക്കളുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെ വേണ്ട. ചില മക്കളുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെ വേണ്ട. എന്തിനേറെ ഒരു കവി അവിടെ നിന്ന് പാടിയൊരു പാട്ടുണ്ട്. എന്തോ ഒരു അർത്ഥം എന്നറിയോ? ഭാര്യമാരെ സ്നേഹിക്കണ്ടെന്നല്ല, നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർക്ക് വേണ്ടുന്ന സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. ശരിയാണ്. ഉമ്മായും വാപ്പായും, ഉമ്മാക്കും വാപ്പാക്കും അവരെ കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനും ഇട്ട് കൊടുക്കണമെന്നല്ല, അതിനും കൊടുക്കരുത്. അവർക്ക് നിങ്ങൾ കാരണം കെട്ടിക്കൊണ്ടുവരുന്ന ഒരു പെണ്ണിന് നിങ്ങളെ കണ്ടിട്ട് അവര് വരുന്നത്, നിങ്ങളുടെ ആ ഒരു കരുത്തിലാ അവര് വരുന്നത്. അവരുടെ കണ്ണീര് നമ്മൾ കാണണം, അവരുടെ വർത്തമാനം നമ്മൾ കേൾക്കണം, അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉമ്മാനെ തള്ളിപ്പറയാനും പറ്റൂല. അല്ലേ? പൊന്നുമോനെ, നിന്നെ നൊന്ത് പെറ്റയുമ്മ ഞാനെടാ, പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവെടിയാതെടാ. അറ്റപ്പൂക്കിൽ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ. അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണെടാ. പൊന്നുമോനെ, നിന്നെ നൊന്ത് പെറ്റയുമ്മ ഞാനെടാ, പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവെടിയാതെടാ. അറ്റപ്പൂക്കിൽ കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ. അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണെടാ. ചില മക്കൾ പറയും, നിങ്ങൾ എന്റെ ഉമ്മാന്നല്ല, നിങ്ങളെ ഉമ്മാന്ന് പറയുന്ന തന്നെ എനിക്കൊരു നാണക്കേടാണ്. ചില മക്കൾ അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ എന്റെ ഉമ്മാന്നല്ല, നിങ്ങളെ എന്റെ ഉമ്മാന്ന് പറയുന്ന തന്നെ എനിക്ക് നാണക്കേടാണ് എന്ന് പറയുന്ന ചില മക്കൾ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്, ഈ മിത്തബയിലും ഉണ്ട്, ഈ സ്ഥലത്തും ഉണ്ട്. ഉമ്മാന്ന് പറയാൻ മടിയാണ്. ആളുകളുടെ മുമ്പിൽ ഉസ്താദ് ഇത് എന്റെ ഉമ്മാണിട്ടാ എന്ന് പറയാൻ മടിയാൻ. ഉമ്മാനോട് പറയും, ഉസ്താദ് പിന്നെ ഉസ്താദൊക്കെ വരുന്നതാ, ഈ പരിസരത്തൊന്നും നിങ്ങൾ വന്ന് നിൽക്കല്ല, ശരിയാവൂല. ചില ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഉസ്താദ് ഇതെന്റെ ഉമ്മാണ്, ഇതെന്റെ വാപ്പയാൻ എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടാകണം. അതാണ് മക്കള്. ഇല്ല, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവസാനം ഭാര്യയുടെ വാക്ക് മാത്രം കേട്ടിട്ട് പറയും, നിങ്ങൾ എന്റെ ഉമ്മ ഒന്നല്ല, നിങ്ങളെ കൊണ്ടാകെ കുടുങ്ങിയിട്ടുള്ളു എന്ന് പറയണ ചില മക്കളുണ്ട്. എന്നിട്ട് പറയും, നിങ്ങൾ എന്റെ ഉമ്മായോ? അപ്പൊ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, കണ്ണിൽ ബന്ധം എന്നും മണ്ണിൽ വലുതടാ. അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണെടാ. മോനെ, ഞാൻ നിന്റെ ഉമ്മ അല്ല എന്നൊക്കെ പറഞ്ഞോ, നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഏതാണ് ആ ബന്ധമെന്നറിയോ? നമ്മൾ തമ്മിലുള്ള പൊക്കൽ കൊടി ബന്ധമാണ്. എന്റെ ഗർഭാശയത്തിന്റെ ഉള്ളില് നീ എത്ര കടിഞ്ഞുകൂടിയിരുന്നു, എന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നീ എത്ര കഴിഞ്ഞുകൂടിയിരുന്നു. ആ സമയമൊക്കെ മോനെ നിനക്ക് ഭക്ഷണം നൽകിയത് എന്റെ പൊക്കിൽ കുടിയിലൂടെയാണ്, എന്റെ പൊക്കിൽ കുടിയിലൂടെയാണ്. നീ അത് മറന്നോ? അത് കഴിച്ചിട്ടാണ് നീ ഇപ്പൊ 2.5 കിലോയും 3 കിലോയൊക്കെ ആയിട്ട് പുറത്തു വന്നത്.
പട്ടിണി കിട്ടിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിച്ച നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ വെള്ളം കുടിച്ച് നിനക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ അലി ഇബ്നു ഉഫാറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്, മനോഹരമായ. മഹാനുഭാവൻ അള്ളാന്റെ പള്ളി ഇരുന്നിട്ട് ഇങ്ങനെ കരയാൻ. ഈ ചരിത്രം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ആ ചരിത്രം കേട്ടാ സൂപ്പറായിരുന്നു എന്ന് പറയാനല്ല. പള്ളി ഇരുന്നിട്ട് ഇങ്ങനെ കരയാൻ. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയം പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്റെ കൽബിന്റെ മനമൊന്നു തേങ്ങി, എന്റെ ഉമ്മാനെ ഓർത്തു ഞാൻ പാടി, കൽബിൻ വേദയൊന്ന് ചൊല്ലി പറഞ്ഞ ഉമ്മ തന്നുള്ള ഉമ്മ മറന്ന. എന്റെ കൽബിന്റെ വേദ ഞാൻ പറഞ്ഞോ, എന്റെ ഉമ്മാന്റെ പാദം പതിഞ്ഞോ, എന്റെ കൽബിന്റെ നിറമാലെ കേട്ടോ, നീറിപ്പുകയും നവ കാണം നോർത്തോ. അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അലിയനു ഫാറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ മനുഷ്യൻ പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിൽ ഇരുന്ന് കരയുമ്പോ, അത് ഒരു ദിവസമല്ലല്ലോ, 2 ദിവസമല്ലല്ലോ, 3 ദിവസമല്ലല്ലോ, പള്ളിയുടെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് കരയുന്നത് ഒരുപാട് പ്രിയപ്പെട്ടവര് കാണുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ലിരുന്ന് കരയുകയാ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് ഇരിക്കുന്ന മഹാനായ അലി ഇബ്നു ഉഫാർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ നാട്ടിലുള്ള താടി നരച്ചുപോയ വയോവൃദ്ധനായ ഒരു മനുഷ്യരങ്ങ് കടന്നു ചെല്ലുകയാണ്. ചെന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല മോനെ, നിനക്ക് നല്ല വെളുപ്പുണ്ടല്ലോ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന യുവ കോമളനാ, എന്തിനാണ് പൊന്നു മോനെ നീ ഇങ്ങനെ മാസങ്ങളായി കരയുന്നത്? ആ സമയം പറഞ്ഞു, എനിക്ക് രോഗമുണ്ടായിട്ടല്ലല്ലോ, എനിക്ക് സങ്കടമുണ്ടായിട്ടല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ഇങ്ങനെ കരയുന്ന എന്നറിയോ? എനിക്കൊരുമ്മയുണ്ടായിരുന്നു. ഇവിടെ ഒരു പക്ഷേ ഞാൻ ഈ ഒരു ചരിത്രം പറയുമ്പോ ഈ ചരിത്രത്തിന്റെ താളുകളിലൂടെ നടന്നു പോയ ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ മജ്‌ലിസിലുണ്ടാകും. എന്റെ പൊന്നുവാപ്പാ, ചെറുപ്പക്കാരാ, അവിടെ അലി ഇബ്നു ഉഫാർ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഉമ്മാനെ പറ്റി ഓർത്തിട്ടുള്ള കരച്ചിലാണ്. ഞാനെന്ത് ഭാഗ്യം കെട്ട മകനാണ്. ഇത്രയും ഭാഗ്യമില്ലാത്തവര് ഈ മദീനത്തുണ്ടാകുമോ? അത്രയും ഭാഗ്യം കെട്ട മക്കളുടെ കൂട്ടത്തില് ഒരു മകൻ ഞാനാ. അലി ഇബ്നു ഉഫാർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ കേൾക്കാ. പള്ളിയുടെ ഉള്ളിൽ കടന്നിരിക്കുന്ന മുഴുവൻ ആളുകളും വട്ടമിട്ടിരിക്കുകയാണ്. മോനെ നീ പറയടാ, നിന്റെ സങ്കടം എന്താന്ന് പറഞ്ഞോ, നിന്റെ വേദന എന്താന്ന് പറഞ്ഞോ. ആ സമയത്തും ഫബക്കാ ബുക്കാൻ ശദീദാ, കണ്ണുകളിലൂടെ കണ്ണുനീര് ഇറ്റി വീഴുകയാണ്. കരഞ്ഞ് 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 തളരുകയാ. വെള്ളം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ കരയാതെ കാര്യം പറ. ആ ഒരു സമയത്ത് അവിടെ നിന്ന് പറയാണ്, പൊന്നേ ഞാൻ പറയട്ടെ കഥകളുമൂരയട്ടെ, അത്ഭുതം നിറഞ്ഞോരോ കഥ ചൊല്ലാമേ. ഒരു പ്രായം എനിക്കുണ്ട്, അതിൽ ഞാനും ചിരിത്താനേ, മനസ്സിന്റെ മാലർ ചെപ്പ് തുറന്നിടാമേ. 6-7 വയസ്സിൽ ഞാൻ നടക്കുമ്പോ പിരിഞ്ഞല്ലോ എന്നുപ്പ, പിരിഞ്ഞതാ ഖബറിലല്ലോ. പല വീടും കേറിയിറങ്ങി യാതന വേദന ഉമ്മ സഹിച്ചേ, അടിയത്ര കൊണ്ടെന്റുമ്മ കരഞ്ഞിടും നീ. അറിയാതെ എത്രയോ നാളുകൾ ഉമ്മ പട്ടിണിയായി കിടന്നില്ലേ, ഓർത്തോർത്ത് ഞാനും കരഞ്ഞില്ലേ. എന്റെ കൽബിന്റെ വേദന മാറൂലേ, ഞാനൊന്ന്
അത്ഭുതം മോറിയിടുന്ന കഥ ചൊല്ലാമേ. അലി ഇബ്നു ഫാർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, എനിക്ക് 6-7 വയസ്സു പ്രായമാ. എന്റെ ജീവന്റെ ജീവനായിരുന്ന, എന്നെ എടുത്തുകൊണ്ട് നടത്തിയിരുന്ന എന്റെ പുന്നാര ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എന്റെ പൊന്നുപ്പ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. പിന്നെ എന്റെ ഉമ്മയാണ് എന്നെ നോക്കുന്നത്. എന്നെ നോക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ വീടുകളിൽ അടുക്കളയിൽ പോയി കിടന്നുകൊണ്ട് എന്റെ ഉമ്മ പാടുപെടുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഭക്ഷണം എന്റെ ഉമ്മ കഴിക്കൂല, എന്റെ ഉമ്മ ഭക്ഷിക്കൂല. ആ ഭക്ഷണവുമായിട്ട് എന്റെ ഉമ്മ വരികയാണ്. വീടിന്റെ അകത്തട്ടിലേക്ക് വന്നിട്ട് 2 പാത്രത്തിൽ ഉമ്മ ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. ആ 2 പാത്രം എടുത്ത് മുമ്പിലേക്കൊന്ന് വെച്ചിട്ട് ഉമ്മ ഒരു പാത്രം എന്റെ മുമ്പിൽ തരും. തന്നിട്ട് പറയും, മോനെ ഇത് കഴിക്കാമോ? ആ സമയത്ത് അവിടെ നിന്ന് ഞാനത് കഴിക്കും. എന്റെ ഉമ്മ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയം ഉമ്മ പറയും, എനിക്ക് ആ പാത്രത്തിലുണ്ട്, ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാ. ഈ ഒരു ചരിത്രം നമ്മുടെ ജീവിതങ്ങളാണ്, മിക്കുള്ള ഉമ്മമാരുടെ ജീവിതമാണ് ഞാൻ ഈ ഒരു കഥയിലൂടെ വരച്ച് കാണിക്കുന്നത്. അവസാനം ഒരു വേള ഞാൻ എന്റെ ഉമ്മയെ വന്ന് പരീക്ഷിക്കുകയാണ്. ആ കിട്ടിയിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിച്ചു. എന്റെ ഉമ്മ കഴിക്കുന്നോന്ന് നോക്കാൻ വേണ്ടി വിളിച്ചിരിക്കുമ്പോ എന്റെ ഉമ്മ കഴിക്കാതെ കിടക്കുമ്പോ, ഉമ്മ കിടന്ന പാടെ ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി മാറ്റിവെച്ച പാത്രം അതങ്ങെടുത്തു തുറക്കുമ്പോ ആ പാത്രത്തിന്റെ ഉള്ളിൽ മുഴുവനും ചരൽ കല്ലുകളാണ്. ആ പാത്രത്തിന്റെ ഉള്ളിൽ മുഴുവനും ചരൽ കല്ലുകളാണ്. അങ്ങനെ എത്ര ദിവസങ്ങളാ എന്റെ ഉമ്മ എന്നെ പറ്റിച്ചത്. എന്റെ പൊന്നുമോന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമകനിക്ക് കിട്ടിയ ഭക്ഷണം കൊടുത്തിട്ട് എന്റെ ഉമ്മ എത്രയോ നാളുകൾ പട്ടിണി കിടന്നല്ലോ, വെള്ളം കുടിച്ച് ജീവിതം മുന്നോട്ട് നീക്കിയല്ലോ. എന്നെ എങ്ങനെ പഠിപ്പിച്ച് എന്റെ ഉമ്മ വലുതാക്കുകയാണ്. 26 വയസ്സെനിക്ക് പ്രായമാകുമ്പോ എന്റെ ഉമ്മ എന്നോട് പറയുകയാണ്, ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യുമോ? ഒന്ന് വിവാഹം കഴിക്കുമോ? ഒന്ന് കല്യാണം കഴിക്കോ? ഒരു പെണ്ണ് കെട്ടാമോ? അങ്ങനെ എന്റെ ഉമ്മാന്റെ വാക്ക് കേട്ടുകൊണ്ട് കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിയുന്നത് വരെ എനിക്ക് എന്റെ ഉമ്മയില്ലാതെ എനിക്ക് കിടക്കാൻ പറ്റൂല, എന്റെ ഉമ്മയെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റൂല, എന്റെ ഉമ്മയില്ലാത്ത ഒരു സന്തോഷം എനിക്ക് വരൂല്ല. വീടിന്റെ ഉള്ളിലേക്കൊന്ന് വരുമ്പോ ആ ഉമ്മയുടെ പ്രകാശിക്കുന്ന മുഖം കാണാതെ എനിക്കുറക്കം വരൂല്ല. വിവാഹം കഴിഞ്ഞിട്ട് പടച്ച തമ്പുരാ എനിക്ക് 6 മക്കളെ തരികയാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളോടൊപ്പം ജീവിതം മുന്നോട്ട് പോവുകയാ. പെട്ടെന്ന് ഒരു വേള എന്റെ പ്രിയപ്പെട്ടവള് വന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട അലി ഇബ്നു ഉഫാറ, എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയൊരു മാറ്റർ പറയാനുണ്ട്. എന്തേ സീരിയസ് ആയ കാര്യമെന്നറിയോ? നിങ്ങളുടെ ഉമ്മ എന്തൊരു കോലമാ, ആ ശരീരത്ത് വൃത്തിയില്ലല്ലോ. ഇങ്ങനെ അഴുക്കും ചെളിയൊക്കെ പിടിച്ചു പോയ ഈ തള്ളയെ എന്തിനാ നമ്മളോടൊപ്പം കിടത്തുന്നത്? അന്ന് ഈന്തപ്പന പോലെ കണ്ടുണ്ടാക്കിയ വീടിന്റെ കത്തട്ടിൽ മകനെ ചേർത്ത് പിടിച്ച് അവിടെ പായ വിരിച്ച് കിടന്നുറങ്ങിയ ഉമ്മാന് ഇന്ന് പൊന്നുമകനിക്ക് നല്ല ഒരു വീടായി. അലി ഇബ്നു ഫാർ റളിയല്ലാഹു അൻഹു പറയാ, ഇന്നെനിക്ക് നല്ലൊരു വീടാ, നല്ല ജോലിയാ. അങ്ങനെ അതിമനോഹരമായിട്ട് ഞാൻ എന്റെ ജീവിതം നയിക്കുമ്പോ അതാ ജീവിതത്തിൽ വില്ലനായിട്ട് ഭാര്യ വന്നിട്ട് പറയാ, നിങ്ങളുടെ ഉമ്മാനെ ഇവിടെ പറ്റൂല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് അവസാന ഉമ്മാനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഒരു വാക്കു പറഞ്ഞില്ല, ഉമ്മാ നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകോ, ഇനി നിങ്ങളുടെ വൃത്തികെട്ട മുഖം എനിക്ക് കാണണ്ട. വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഉമ്മ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വല്ലാഹി മോനെ നിന്റെ ഉമ്മ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് എന്റെ പൊന്നുമകനോട് ഉമ്മാക്കൊരു വെറുപ്പില്ലല്ലോ. മോനെ നീ എന്നെ കൈപിടിച്ച്
ഇവിടുന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് നിന്റെ ഉമ്മാക്കൊരു വെറുപ്പില്ലല്ലോ. അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ എത്ര അവരെ ചീത്ത വിളിച്ചു, എത്ര നിങ്ങളുടെ ഉമ്മാനെ കളിയാക്കി, എത്ര ആക്ഷേപത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ പറഞ്ഞു വിട്ടോ, നിങ്ങളെ ശപിച്ചോ, ആട്ടിയിറക്കിയോ? അന്നോ അല്ലാഹുവേ ഉമ്മ കൂടെ കൂടെ അന്വേഷിക്കും മകനെവിടുന്ന്. നിങ്ങൾ ചീത്ത വിളിച്ച ആ വിളിയൊക്കെ ഉമ്മ മറന്നു. പുന്നാര മകനോട് അവസാന ഉമ്മ ഒരു കാര്യം പറയാ, ഉമ്മാക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉമ്മ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉമ്മാക്കൊരു ഡിമാൻഡ് ഉണ്ട്, നിന്റെ വീട്ടിലേക്ക് ഉമ്മ തിരിച്ചു വരൂല. എന്റെ പൊന്നുമോ എന്റെ വീട്ടിലേക്ക് ഉമ്മ ഇനി തിരിച്ചു വരൂല. ഉമ്മ ഏതായാലും ഇവിടെ നിന്ന് വീട് വിട്ടിറങ്ങുകയാണ്. മോനെ, നീ എന്നുറങ്ങുന്നതിനു മുമ്പും ഈ ഉമ്മാന്റെ കവിളത്തൊരു മുത്തം തരാറുണ്ടല്ലോ, ആ ഒരു ചുടുമുത്തം അവസാനമായി ഈ ഉമ്മാക്ക് തരാമോ? അവസാനമായിട്ടൊരു ചുടുമുത്തം ഈ പ്രിയപ്പെട്ട ഉമ്മാക്ക് തരാമോ? മകന്റെ കണ്ണുകൾ നിറഞ്ഞു. ഭാര്യ ഒരു ഭാഗത്ത്, പ്രിയപ്പെട്ട ഉമ്മ ഒരു ഭാഗത്ത്. അവിടെന്ന് ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുക്കാൻ ചെല്ലുമ്പോ ഭാര്യ കൈപിടിച്ചിട്ട് ചോദിക്കും, എവിടെ പോവാ മനുഷ്യ? ഈ തള്ളക്ക് ഉമ്മ കൊടുക്കാനോ? ആ ഉമ്മ കൊടുത്താ വീണ്ടും തിരിച്ചു വരൂലെന്ന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത്? എന്തുറപ്പാ നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. ആ ഉമ്മ എവിടെന്ന് പറയുന്നു, മോനെ നീ വരണ്ട, നിന്റെ പുന്നാര മക്കളെ പൊന്നുപോലെ നോക്കണം, നിന്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവസാന ഉമ്മ എവിടെന്ന് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ചു മണൽപ്പരപ്പിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്ന ആളുകളോട് കഥ പറയുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ, എന്റെ ശരീരത്തൊരു ചൊറി പോലെ ഉള്ള മുറിവ് പോലെ ഉള്ള ചൊറികൾ വന്നിട്ട് ശരീരം പൊട്ടി വലിക്കുമ്പോ അവൾ എന്നോട് പറയുന്ന, എനിക്കിന്നെ നിങ്ങളെ പറ്റൂല, ഇതെന്ത് ദുർഗന്ധമാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഈ ഭർത്താവെന്ന് പറയുന്ന എന്റെ ഭാര്യയും എന്റെ മക്കളും കൂടെ ചുമന്നുകൊണ്ട് അടുത്തുള്ള കാടിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇടുകയാണ്. ആ കാട്ടിന്റെ ഉള്ളിൽ വല്ലാതെ പുഴുക്കൾ എന്റെ ശരീരത്ത് കയറി. ആ സമയമൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോയത്, എന്റെ ഉമ്മയെന്ന് വന്നാലോ, എന്റെ ഉമ്മ എന്റെ അരികത്തൊന്നുണ്ടായാലോ. ചെറുപ്പക്കാരൻ പറയാണ്, ചെറുപ്പക്കാരെ ഞാൻ അങ്ങനെ കരുതിപ്പോയി, എന്റെ ഉമ്മ എന്റെ അരികത്തൊന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ മുതുകത്തുകൂടെ കയറിയിറങ്ങുന്ന പുഴുക്കളെ എന്റെ ഉമ്മ എടുക്കുമായിരുന്നല്ലോ. എന്തു വേദനയാ, സഹിക്കുന്നില്ലല്ലോ. അവസാനം മക്കളടിച്ചിറക്കി, ഭാര്യ അടിച്ചിറക്കി. ഉമ്മാനാവശ്യം വന്നപ്പോ ഉമ്മായ ഒന്ന് കാണണമെന്ന് തോന്നിയപ്പോഴും ഉമ്മയില്ല. ഈ ചെറുപ്പക്കാരൻ ആ കാടിന്റെ ഉള്ളില് പുഴുക്കൾ അരിച്ചു കിടക്കുന്നത് കാണുമ്പോ, അതാ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഇദ്ദേഹത്തിന്റെ ഉമ്മയെ കാണുകയാണ്. ഈ ഉമ്മയെ കണ്ടിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് സുഖാണോ ഉമ്മ എന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരനോട് ആദ്യം ചോദിച്ചൊരു മറുപടി, എന്റെ മോനെ കാണാറുണ്ടോ? എന്റെ മകൻ വല്ലതും പറയാറുണ്ടോ? അവന്റെ കണ്ണ് കുഴിഞ്ഞിട്ടുണ്ടോ? അവന്റെ ശരീരം മെലിഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞിട്ട് പറയാ, ചെറുമക്കളും അതുപോലെ ഭാര്യയും നിങ്ങളുടെ പുന്നാര മകനെ എവിടെ നിന്ന് കൊണ്ടൊരു കാട്ടിൽ ഇട്ടിട്ടുണ്ട്, ശരീരത്തിങ്ങനെ പുഴുക്കളുണ്ട്, എനിക്ക് പോലും അടുത്തു പോകാൻ വല്ലാത്ത മടിയാ. എനിക്ക് പോലും എന്റെ കൂട്ടുകാരനാണ് അവന്റെ അരികിലേക്ക് പോകാൻ എനിക്ക് പോലും മടിയാവും. ഉമ്മ, നിങ്ങളുടെ മകന്റെ അവസ്ഥ വല്ലാത്തൊരു പരിതാപകരമാണ്, കണ്ണ് നിറയാ ഉമ്മ. അപ്പൊ ചോദിച്ചു, മോനെ ഉമ്മാന്റെ കൂടെ ഒന്ന് വരാവോ? അടിച്ചിറക്കി വിട്ട ഉമ്മ ചോദിക്കാൻ, മോനെ ഉമ്മാടെ കൂടെ ഒന്ന് വരാവോ? ആ വരാം ഉമ്മ, പക്ഷെ ഞാൻ അടുത്തോട്ട് വരൂല. വരാം, പക്ഷെ ഞാൻ അടുത്തേക്ക് ഞാൻ വരൂല. ഉമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ ദൂരെ നിന്നിട്ട് ഉമ്മാന്റെ കുട്ടി എവിടാ കിടക്കണേന്നൊന്ന് കാണിച്ചു തരണം.
ഉമ്മയുടെ മോൻ എവിടെ കിടക്കുന്നതെന്നൊന്ന് കാണിച്ചു തരണം. ഇങ്ങനെ വിളിച്ചോണ്ട് പോയിട്ട് വളരെ ദൂരെ നിന്നിട്ട് പറഞ്ഞ ആ കാണുന്ന വൃക്ഷം കണ്ടോ, ആ വൃക്ഷത്തിന്റെ ചോട്ടിൽ നിങ്ങളുടെ മകൻ കിടപ്പുണ്ട്, ആ വൃക്ഷത്തിന്റെ ചോട്ടിൽ നിങ്ങളുടെ മകൻ കിടപ്പുണ്ട്. പടച്ചറബേ, ആ രംഗം ഞാൻ ഇത് പറയുമ്പോ അൽഹംദുലില്ലാ നിങ്ങൾ എന്ത് അതവോടുകൂടി ഇരിക്കുന്നു. അള്ളാഹു ഇരുത്തത്തിന് പകരം അള്ളാഹു സ്വർഗത്തിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. അള്ളാഹു സ്വർഗത്തിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞ സമയത്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ആ രംഗം നിങ്ങളുടെ കൽബിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ പുഴുക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനപ്പെട്ട പിന്നെ യൂനുസ് നബിയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യന്റെ ശരീരം അങ്ങേയറ്റം മാംസങ്ങൾ ഇഴുകി ഇളകി വീടാ ഒരുങ്ങി. ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ ഇറ്റി വീഴുന്ന ഒരവസ്ഥയായി. മൃഗങ്ങൾ പോലും അവിടെ നിന്ന് കടിച്ചു പറിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. ഉമ്മ അവിടെ നിന്ന് വളരെ വിദൂരത്തുനിന്ന് ആ ഉള്ള ആരോഗ്യത്തിൽ ഓടി വന്ന് നോക്കുമ്പോ ഒരു ജീവി മുഖത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കടിക്കാൻ, അതാണ് എന്റെ ഈ മുഖത്ത് കാണുന്ന പാടെന്ന് കൂടെ ഇരിക്കുന്നവരോട് കാണിച്ചു കൊടുക്കാൻ. എന്റെ മുഖത്തിൽ എനിക്കൊന്നും ചെയ്യാൻ വയ്യ, പട്ടിണിയാണ്, എത്രയോ ദിവസമായി വെള്ളം കുടിച്ചിട്ട് ഞാൻ അവിടെ സങ്കടത്തിലാ. പടച്ചറബേ, ചിന്തിച്ചു നോക്കെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഓടുന്നു ഉമ്മായും പൊൻകനി മോനോടെ ചാരേ അണഞ്ഞിടുന്നേ, ഉമ്മാന്റെ കൽബ് പിടഞ്ഞിടുന്നേ, പൊട്ടിക്കരയുന്നു കൽബകം നീറുന്നു, പാടെ തകർന്നിടുന്നേ, ഉമ്മാന്റെ മനസ്സകം നീറിടുന്നേ. ഓടിയരികത്തു ചെന്നേ, പൊന്നുമോനെ എടുത്തു കരഞ്ഞേ, അടർന്നങ്ങ് വീണുള്ള മാംസം എടുത്തത കുഴിയിലായി മൂടിയിടുന്നേ, ഉമ്മ തേങ്ങി കരഞ്ഞിടുന്നേ, ഉമ്മായെ കാണുന്ന നേരം മകനതാ തേങ്ങിക്കരഞ്ഞിടുന്നേ, പൊന്മോന് പൊട്ടി തകർന്നിടുന്നേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വേച്ചങ്ങ് ചെല്ലുമ്പോ ഒരു മൃഗം കടന്നു വന്നിട്ട് കവളിന്റെ ഒരു ഭാഗത്ത് കടിക്കുകയാണ്. ആ മൃഗത്തിനെ വലിച്ചെറിഞ്ഞിട്ട് മകന്റെ അടർന്നു വീണ മാംസങ്ങളെടുത്ത് വിടുന്നതാ കുഴിച്ചിടുകയാണ്. ആളുകളൊക്കെ ദുർഗന്ധമാണെന്ന് പറഞ്ഞ അരികിലേക്ക് പോകൂല എന്ന് പറഞ്ഞു പോയ ആ ഉമ്മയതാ പൊന്നാര മകനെ ചെന്നിട്ട് ശരീരത്തിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. മോനെ, ആരെന്തു പറഞ്ഞാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആര് കളിയാക്കിയാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഈ പെറ്റ വയറിനു മറക്കാൻ പറ്റോ? ഈ പുന്നാര ഉമ്മക്ക് നിന്നെ മാറ്റി നിർത്താൻ പറ്റോ എന്ന് പറഞ്ഞ ശരീരത്തുള്ള പുഴുക്കൾ മുഴുവനും എടുക്കുകയാണ്. അതാ എടുത്താ പോലും പൊങ്ങാത്ത മകനെ ഒരു വൈദ്യന്റെ അരികിലേക്കൊന്ന് കൊണ്ടുപോയി ശരീരത്തിന്റെ പുഴുക്കളെ മാറ്റുന്നു. അവിടെ നിറഞ്ഞിരിക്കുന്ന പള്ളിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളോട് കഥ പറയുകയാണ്. എന്റെ ഉമ്മ എന്നെ കൊണ്ടുപോയല്ലോ, എന്റെ എല്ലാ വിഷമങ്ങളും മാറ്റിയല്ലോ. അതാ നടുക്കൂനിപ്പോയ ഉമ്മ എനിക്ക് ഭക്ഷണം തരുന്നല്ലോ. പാതിരാത്രി എന്റെ ഉമ്മ എന്റെ കവിളത്ത് മുത്തം തരുന്നല്ലോ. അങ്ങനെ യഥാ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ സ്നേഹത്തെ ഒരുപാട് ആഗ്രഹിക്കുമ്പോ ഇന്നാലില്ല, എന്റെ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്തിനാ ഞാൻ ഈ ചരിത്രം ഇവിടെ പറഞ്ഞെന്നറിയോ? ഉമ്മാന് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഉമ്മയെ കിട്ടണമെന്നില്ല. അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നത് വരെ ഉമ്മ വേണമായിരുന്നു, ഉമ്മ ഭക്ഷണം തരണമായിരുന്നു. ആ ഉമ്മയെ കാണാതെ കിടന്ന് ഉറങ്ങില്ലായിരുന്നു. ഇന്ന് നേരം വെളുത്ത് പോകുമ്പോ പറയുന്നത്, തള്ളേ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പഴി വീടിന്റെ പരിസരത്ത് നിങ്ങളെ കണ്ടുപോകരുത് എന്ന് പറയുന്ന മക്കളുടെ കാലഘട്ടമാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ സഹോദരൻ
സഹോദരങ്ങളോട് ഞാനൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഉമ്മാനെ മറക്കല്ലേ, ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മാനെ കുറ്റപ്പെടുത്തല്ലേ. മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണിതെന്ന് ഓർക്കണേ. അല്ലാഹു ജല്ല ജലാലവൻ വിളിക്കുന്ന മൂസാ കലീമുള്ളാഹിയോടുണർത്തുന്ന വന്ദിക്കലാ മാതാപിതാക്കളെ വേണ്ടത്. ദീർഘായുസ്സാണത് കാരണം ലഭിക്കുന്നത്. അതുമാത്രമല്ലൊരു കുട്ടിയെയും അവനു ഞാൻ കൊടുക്കുന്നതാണ് അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. നിന്ദിച്ചവർക്കിതിനൊക്കെയും അക്സാണ്. ആയുസ് ചുരുങ്ങും മക്കളും അക്സാണ്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അള്ളാഹു അവിടത്തെ ഖബറുടെ സ്വർഗാക്കി കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞ നിങ്ങളുടെ ആമീൻ കിട്ടണം. അള്ളാഹു തആല ഖബറുടെ സ്വർഗാക്കി കൊടുക്കട്ടെ. എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. ചിലപ്പോ നാളെ ഈ പറയുന്ന വാളു പറഞ്ഞ ഞാന് കണ്ണൂര് പോയിട്ട് നാളെ ഞാൻ വാളു പറയും, എനിക്ക് പറയാൻ പറ്റൂല. കേട്ടോണ്ടിരിക്കണം നിങ്ങള്. ഇനി ഒരു വാള് ഇവിടെ മിത്തബയിലോ ഈ സ്ഥലത്തോ ഒരു വാള് വെച്ചാൽ ഒരു പക്ഷെ ധാരിമ ഉണ്ടാവണമെന്നില്ല, നിങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ പാവങ്ങൾ പൊഴിഞ്ഞു പോകുന്ന ഈ ഒരു മജ്‌ലിസിൽ നിങ്ങൾ എഴുന്നേറ്റ് പോയില്ല. ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്ത, നിങ്ങളുടെ ഇരുത്തം വെറുതെ ആവൂല എന്ന് പറയാം. റബ്ബിന്റെ മലക്കുകൾ എഴുതിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ അവിടുത്തെ കൂലി അറിഞ്ഞാല് നിങ്ങൾ എന്നോട് പറയും ഉസ്താദേ സുബഹി വരെ വാളു പറഞ്ഞോളാം. അത്രയും ഗൗരവമാണ്. ഇവിടെ നിന്ന് പോകുമ്പോ നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ചിലർ ദീന് കേട്ടിട്ട് പോയവർ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനില്ലെന്ന. ആ രാത്രി മരണപ്പെട്ടാൽ മലക്കുകൾ നിങ്ങളെ ചുമക്കാൻ വരുന്ന. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയാം. അപ്പൊ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. അള്ളാഹു നല്ലതുപോലെ ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. മൂസ നബിയെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, മൂസ നബിയെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. അവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിനെ ഞാൻ നീട്ടിക്കൊടുക്കും. കേട്ടങ്ങള്, ഉമ്മാനെ വാപ്പാനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് ഒന്നുകൂടെ നീട്ടിത്തരുമെന്നാണ്. അതിനേക്കാൾ സന്തോഷം ഇനിയിപ്പോ എന്താ വേണ്ടുന്നത്? ഉമ്മാനെ വാപ്പാനെ അങ്ങോട്ട് ബഹുമാനിച്ചോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് ഇങ്ങനെ നീട്ടിത്തരും. അവരെ വെറുപ്പിക്കുന്ന മകനാണെങ്കിൽ അല്ലാഹ് പറയാണ്, നബിയെ അതുപോലത്തെ ഒരു മകനെ കൊടുക്കും. ആ ഉമ്മയെ അവൻ കളിയാക്കിയിട്ടുണ്ട്, ആ വാപ്പയെ അവൻ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കളിയാക്കിയ അതേപോലത്തെ ഒരു മകനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ മക്കൾക്ക് കൊടുക്കുന്ന മക്കളെയും അങ്ങനെ ആയിരിക്കും. എപ്പോ നോക്കിയാലും നിങ്ങളെ കുറ്റപ്പെടുത്തും, ഏത് സമയം നോക്കിയാലും നിങ്ങളെ കളിയാക്കും, ഏത് സമയം നോക്കിയാലും നിങ്ങൾ ആക്ഷേപിക്കും. അതിനു പകരം നമ്മൾ എന്ത് വേണം? എത്ര ഈ അള്ളാന്റെ സ്വർഗം കിട്ടാൻ പാടാണ്, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ പാടാണ്. അതുകൊണ്ട് എന്ത് വേണം? ആ സ്വർഗം നമുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടുണ്ട്. ചിലപ്പോ ഉമ്മ നിങ്ങൾ അടിക്കുന്നുണ്ടാകും വയസ്സായിട്ടും, ചിലപ്പോ നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ടാകും, വാപ്പ കളിയാക്കുന്നുണ്ടാകും. ക്ഷമിച്ചേക്കണം. എന്തിന് ഉസ്താദ് ഇത്രയും വലുതായ മക്കളെ ചീത്ത വിളിക്കേ? അവര് വിളിച്ചോട്ടെ, നിങ്ങൾ ക്ഷമിക്കണം. എന്തിന്? നാളെ നിങ്ങൾക്ക് ഇതിന് പകരം അള്ളാഹു തരുന്നത് ക്ഷമയ്ക്ക് പ്രതിഫലമുണ്ട്. ക്ഷമയ്ക്ക് പ്രതിഫലമുണ്ട്. അവരെത്രയോ നമ്മളെ ചുമന്നുകൊണ്ട് കടന്നു പോയതാണ്. നിനക്കായി അവർ ക്ലേശങ്ങളും ദുസ്സഹിച്ചതാ. ഈ ഒരു 5 വരി നിങ്ങളുടെ ഖൽബിൽ എഴുതി വെക്കാനുള്ളതാണ്. നിനക്കായി അവർ ക്ലേശങ്ങളും ദുസ്സഹിച്ചതാ. അതുപോലെ തന്നെ വരം ദുഃഖം തിന്നതാ. നിനക്കുള്ള രോദനമാൽ അവർ കരയുന്നതാ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ. എന്താ നിർത്താറായ? എന്തൊറ്റി നിർത്താറായ? നിങ്ങൾ ഇങ്ങനെ നോക്കണം ആയെന്നല്ലെന്നാ പറയണേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ വരി നമ്മുടെ ഖൽബിലൂടെ എപ്പോഴും നമുക്കൊന്ന് കൊണ്ടുവരാനുള്ളതാണ്. നിനക്കായി അവർ ക്ലേശങ്ങളും സഹിച്ചതാ.
അതുപോലെ തന്നെ വരന്തു ദുഃഖം തിന്നതാ നിനക്കുള്ള രോദനമാൽ അവർ കരയുന്നതാ കരയാത്ത കണ്ണും കര കവിഞ്ഞൊഴുകുന്നതാ നമ്മൾ രോഗിയായാല് നമുക്കല്ല വേദന. അതായത് മക്കള് രോഗിയായാൽ ആ മക്കൾക്കല്ല വേദന, മക്കളുടെ വേദനയേക്കാൾ വേദന ഉമ്മാക്കാണ്. മക്കള് പനി പിടിച്ച് കിടക്കുമ്പോ ഉമ്മാക്ക വെപ്രാളം, പറച്ചോനെ അള്ളാഹു എന്റെ കുട്ടി കൂടെ കൂടെ ഓടി വരും ഉമ്മ അടുക്കളയെന്ന് ഇല്ലേ, വന്നിട്ട് നോക്കും, ഇങ്ങനെ ഇപ്പൊ തൊട്ട് നോക്കും, അള്ളാഹ് എന്റെ കുട്ടിയുടെ പനി കുറഞ്ഞിട്ടുണ്ടോ. വീണ്ടും ഉമ്മ അടുക്കളയിൽ പോകും, വീണ്ടും നൃത്തം വരില്ല, വീണ്ടും ഓടി വരും, വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും, റബ്ബേ എന്റെ കുട്ടിക്ക് പനി കൂടിയിട്ടുണ്ടോ. ഈ ഇരിക്കണ ഓരോ മക്കളെ ഓരോ ഉമ്മ അങ്ങനെ ചെയ്തിരുന്നു അല്ലേ. നിങ്ങൾ കരയുമ്പോ, വീട്ടിൽ കിടന്ന് കരയുമ്പോ കാര്യം എന്താണെന്ന് പോലും അറിയില്ല, കൂടെ കരയുന്നൊരു ശരീരമുണ്ട്. ആ ശരീരത്തിന്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. നമ്മളൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വേദന ഉണ്ടെന്നോ സങ്കടം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്കൊരു മനസ്സുണ്ട്. മക്കള് കരഞ്ഞാല്, മക്കള് നൊമ്പരപ്പെട്ടാല് ഏറ്റവും കൂടുതൽ കരയുന്ന എന്തിനമ്മ. ഞാൻ പറയട്ടെ, മകനിക്കൊരു പിന്നെ അതായത് കുട്ടിക്ക് തന്റെ സ്വന്തം മകനിക്ക് മക്കളില്ലെങ്കിൽ ആ മകനെക്കാളും ബേജാറ് ഉമ്മാക്കാണ്. അല്ലാ എന്റെ കുട്ടിക്ക് മക്കളില്ലല്ലോ, ഉസ്താദേ ദ്വാരക്കണം. ഉമ്മ കരഞ്ഞിട്ടാ പറയാ, അവൻ ചിരിച്ചിട്ടാ നിക്ക. അതാണ് ആ മക്കളുടെ രോദനം, അത് ഉമ്മയിലാണ് അല്ലേ. എത്രയോ സന്തോഷം അവര് തന്നുപോയതാണ്. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവരെത്ര താരാട്ടുന്നതാ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവർ താരാട്ടുന്നതാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ പിരിച്ചിട്ടതാ. നീ എത്ര കാലം അതിൽ കിടന്ന് സുഖിച്ചതാ. പ്രിയപ്പെട്ട ഉമ്മയെ പറ്റിയിട്ട് അവിടുന്ന് പറയുകയാണ്, നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ. അവിടുന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ട പൊന്നുമോ, അവൻ കൈപിടിച്ച് നടക്കുമ്പോ ചിരിക്കുന്ന ഉമ്മയാ. കഴിഞ്ഞിട്ടില്ല, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. പടച്ചവനെ, കുഞ്ഞുമക്കളായിരിക്കുമ്പോ അവരുടെ ചുണ്ടിലൂടെ തേരിറ്റീറ്റി വീഴുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടുന്ന് ഉമ്മാക്ക് മടിയില്ല, ഉമ്മാക്ക് വെറുപ്പില്ല. ഒലിക്കുന്ന ചുണ്ടിൽ തന്നെ വെറുമുത്തുന്നതാ. ആ ഒലിച്ചിറങ്ങുന്ന ആ തേരിൽ തന്നെ ഉമ്മ അവിടുന്ന് മുത്തം കൊടുക്കുകയാണ്. അത് തുടച്ചു പോലും അവര് കളയുന്നില്ലല്ലോ. പിന്നെയോ ഉമ്മ വന്ന് കിടന്നാലോ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. നീ എത്ര കാലം അതിൽ കിടന്ന് സുഖിച്ചതാ. പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, അവിടുന്ന് മക്കളൊന്ന് ഉണർന്ന അത്രയും വലിയ ഉറക്കത്തിന്റെ ഇടയിൽ പോലും ആ മക്കളെ എടുത്ത് നെഞ്ചകത്ത് കിടത്തുമ്പോ ആ നെഞ്ചിൽ കിടന്ന മണിക്കൂറുകളോളം ഉറങ്ങിയവരല്ലേ നമ്മള്. ഇന്ന് അവരൊന്ന് കിടക്കുമ്പോ ഇതെന്ത് കിടത്താണ് തള്ളേ. അവരുടെ വീടിന്റെ ഉള്ളിലൊന്ന് മലമൂത്ര വിസർജനം ചെയ്യുമ്പോ ഈ കാലഘട്ടത്തിന്റെ മക്കള് പറയാ, ഇതെന്തോ ഒരു തള്ളയാ, ഇത് പുതിയ വീടാ, ഇവിടെ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുകയാണോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാരമുമ്മയ കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന എത്ര മക്കളാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരെത്ര താരാട്ടു പാട്ടുപാടി ഉറക്കിയവരാണ്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മൊയിലാര് നമുക്ക് അറിയണ കാര്യമല്ലേ എന്നാ. അറിയാം, പക്ഷെ നമ്മള് ചെയ്യണില്ല. മൊയിലാര് ഇതൊക്കെ നമുക്ക് അറിയാം, പിന്നെ എന്തിനാ ഞങ്ങൾ പറയണത്?
എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തണം ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ അടിച്ചേൽപ്പിക്കല്ല അല്ലേ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ മറ്റൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഉമ്മാന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മയും ഈ ഇരിക്കുന്ന ഓരോ മക്കളെയും പാതിരാത്രി ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന എവിടെ നിന്നറിയോ? ഷമീർ ദാരിമിയുടെ വാതിലല്ല, ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന എവിടെയാണ്? കൊച്ചു മക്കളുള്ള വീട്ടിൽ പോവാ. വീട്ടിൽ കയറണ്ട, സൈഡിൽ കൂടെ പോയാൽ മതി. ആ വഴിയിലൂടെ പോകുമ്പോ ഇങ്ങനെ കേൾക്കാം. എന്ത്? താലോലം രാത്രി 1 മണി 2 മണി, താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ, ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ, ആശയേറും ആമ്പലേ അല്ല തന്ന കാതലേ, ധീരനായി നീ വളരണം. ഇങ്ങനെ എത്ര മനോഹരമായ പാട്ട് പാതിരാത്രി ഉറക്കത്തിൽ കിടന്ന ഉമ്മ എഴുന്നേറ്റ് ഇന്ന് പാടാൻ. ആർക്ക് വേണ്ടി? ഈ ഇരിക്കണങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അത്ര സ്നേഹം തന്ന പല ഉമ്മമാരും ഇന്ന് ഖബറിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ പറയ്. ഞാൻ നിർത്താൻ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസിന്റെ ഉമ്മയുപ്പൊക്കെ ഖബറിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതുപോലെ പല സുഹൃത്തുക്കളെയും അല്ലെ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയി ഒരുപാട് ആളുകളുണ്ട്. അപ്പോഴപ്പോഴൊക്കെ ഇവിടെ ആരൊക്കെ വിട പറയുന്നു, ആർക്ക് സുഖമില്ല അടക്കുന്നു, അപ്പോഴൊക്കെ റിയാസ് അറിയിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് പല സദസ്സിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആയും ചെയ്യാറുണ്ട്. എന്റെ ദുആ അല്ല, അവിടെ ഇരിക്കുന്ന ആളുകളുടെ ആമീന്റെ പവറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ പറഞ്ഞേ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എത്ര പ്രയാസം വന്നാലും എത്ര സങ്കടം വന്നാലും ക്ഷമിക്കണം. നമ്മുടെ ഉമ്മയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിന്റെ ഭിത്തി മുഴുവനും മക്കൾ എഴുതി വെച്ച്, പുതിയ വീടായിരിക്കും, വീടിന്റെ ഭിത്തിയിൽ മുഴുവനും അവരന്ന് പഠിച്ച തറ പറ മുഴുവൻ എഴുതിയിട്ടുണ്ടാവും. ഉമ്മ അവരെ അടിക്കണില്ല, ഉമ്മ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോഴും എടുത്തൊരു മുത്തം കൊടുത്തു. ആ എന്റെ കുട്ടി എഴുതാനൊക്കെ പഠിച്ചല്ലേ, വീട് വൃത്തിയാക്കിയില്ലേ, അവിടെ നിന്ന് വീടില്ലാതാക്കിയില്ലേ എന്ന് പറയുന്നില്ല. പുതിയ വീട്ടിൽ വരച്ച് വെച്ചിട്ട് പോലും ഒന്നും അവിടെ നിന്നും പറയാത്തൊരു ശരീരം ഉമ്മയാണ്. എന്തിനേറെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ പോയാലും പാതിരാത്രി നിങ്ങൾക്കൊരു കോള് വരും. ആരുടെ കോളാന്നറിയോ? നിങ്ങളുടെ ഉമ്മാന്റെ കോള്. ചിലപ്പോ മക്കളും ഭാര്യയൊന്നും വിളിച്ചിട്ടുണ്ടാവുന്നില്ല. ഭാര്യമാരെ ഞാൻ കുറ്റപ്പെടുത്തല്ല, ഭാര്യമാര് വിളിക്കുന്നവരുണ്ട്. എപ്പോഴാ എത്താ, ആള് കഴിഞ്ഞിട്ട് എത്താ, എപ്പോഴാ, ഏത് സമയത്ത്, ഏത് വണ്ടി എന്നൊക്കെ ഒക്കെ ചോദിക്കുന്ന നമ്മുടെ ഭാര്യമാരുണ്ട്. അല്ലേ? എല്ലാരും കുറ്റപ്പെടുത്തല്ലേ, വിരലിൽ എണ്ണാവുന്നവരങ്ങനെ ഉണ്ടാവുള്ളൂ ഇല്ലേ? ഉമ്മ വിളിക്കും, മോനെ എവിടെ എത്തിയിടാ ചോദിക്കും. ആ കൈകളുള്ളപ്പോ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഞാനൊക്കെ ഇതേപോലെ യാത്ര ചെയ്യുമ്പോ എത്ര ആക്സിഡന്റാ പറ്റിയത്. കഴിഞ്ഞ ആഴ്ചയും പറ്റി, അതിന്റെ മുമ്പത്തെ ആഴ്ചയും പറ്റി. പക്ഷെ ഇന്ന് വരെ അള്ളാഹു എനിക്കൊരു പോറലും തന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ആ കൈകളുടെ ദുആയാണ്. ആ കൈകളുടെ ദുആയാണ്. ചിന്തിച്ചു നോക്കിക്കേ. ആ കൈകളുടെ ദുആ, ആ കൈകൾ അള്ളാഹു തട്ടൂല. പറയും, നമ്മൾ പള്ളിയിൽ പലരോടും ദുആ ചെയ്യാൻ പറഞ്ഞു. ഉമ്മാനോട് എത്ര പറഞ്ഞു ദുആ ഇറക്കാൻ. ഉമ്മ നിങ്ങൾ ദുആ ചെയ്യ്. ആ പറച്ചിലിനൊരു വല്ലാത്തൊരു അത്ഭുതമുണ്ട്. കൽബ് പൊട്ടിയിട്ട് പറയും, പടച്ചോനെ എന്റെ കുട്ടി പാവാൻ, അല്ലാ നീ അവനെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതുപോലെ കരഞ്ഞിട്ട് പറയുന്ന ഒരു ശരീരം നമ്മുടെ ഉമ്മയാണ്. ആദ്യം വിളിച്ചാൽ ഉമ്മ ചോദിക്കും, മോനെ നീ എവിടാന്നല്ല. ഭാര്യ നമ്മളെ വിളിച്ചു, എപ്പോഴാ എത്തുക, എത്ര മണിക്ക് എത്തും. ആ ശരി. ഉമ്മ വിളിച്ച് ആദ്യം ചോദിക്കുന്നറിയോ? മോനെ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? മോനെടാ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വെപ്രാളം. മോനെ ഞാൻ കഴിച്ചതൊക്കെ എറിഞ്ഞു പോയടാ എന്ന് ഉമ്മ പറയും. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്കവരെ
നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദ്വാരക്കണം. ഒരു സ്വഹാബി അവിടെ നിന്ന് ദുആ ചെയ്തു, പടച്ചോനെ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ എന്നെ മരിപ്പിക്കണേ. ഒരു സ്വഹാബിയുടെ ദുആയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയം എന്നെ മരിപ്പിക്കണം. സ്വഹാബിമാരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ചോദിച്ചു, അതെന്തപ്പോ അങ്ങനെ? ഞാൻ ഖബറിലേക്ക് പോയാ എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഉമ്മ ഉണ്ടല്ലോ, ആ കൈകളെ എനിക്ക് വിശ്വാസമാണ്, ആ കൈകളെ എനിക്ക് വിശ്വാസമാണ്. ആ കൈകളെ തളരാതെ നോക്കാനുള്ള ബാധ്യത ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും ഉണ്ടല്ലോ. ചെറുപ്പക്കാരാ, ആ ഉമ്മാനെ മറക്കല്ലേ. തന്ന സ്നേഹത്തിന്റെ പകരം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഏതെങ്കിലും അത്ഭുതങ്ങളുണ്ടോ? വലിയ വീട് വെച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വലിയ കൊട്ടാരമുണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവിടെ ഉമ്മാന മകൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. തന്റെ വീടിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തു വന്ന് പറഞ്ഞ് വിജനമായ പ്രദേശത്തുമ്മയെ കൊണ്ടുവന്ന് കളയാൻ പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് ഉമ്മയെ കൊണ്ടുവന്ന് ഒരു പാറയുടെ പുറത്തിരുത്തിയിട്ട് മകൻ തിരിച്ചു നടക്കുമ്പോ ഈ മകനിക്ക് വഴിതെറ്റിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഉമ്മ വിളിച്ചു, ഉമ്മാന്റെ തങ്കക്കുടമേ ഒന്ന് വരാമോ, ഉമ്മ നിനക്ക് വഴി പറഞ്ഞു തരാ എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട മകൻ പറയുന്നു, പോതല്ലേ, നിങ്ങളുടെ ഔദാര്യം ഇവിടെ ആർക്കാണ് ആവശ്യമുള്ളത്? നിങ്ങളെ പറ്റി എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് 26 പ്രാവശ്യം വഴിതെറ്റുകയാണ്. അപ്പോഴും ഉമ്മ പറഞ്ഞു, വാടാ എന്റെ പൊന്നുമോനിക്കുമ്മ വഴി പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കാണ്, മോനെ എന്നെ ചുമന്നുകൊണ്ട് കളയാൻ നീയെ കൊണ്ട് നടക്കുമ്പോ വീടിന്റെ മുറ്റത്തുള്ള വൃക്ഷത്തിൽ നിന്ന് ഇലകൾ പറിച്ചിട്ടുണ്ട് ഞാൻ, അത് കഷ്ണം കഷ്ണമാക്കിയിട്ടുണ്ട്, അത് ഈ കാണുന്ന വഴിയോരത്തി വിതറിയിട്ടുണ്ട്. ഈ കിടക്കുന്ന ഇലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാ എന്റെ പൊന്നുമോന്റെ വീട്ടിലെത്തുമല്ലോ. ഏതായാലും ഉമ്മയുടെ വാക്കൊന്ന് കേൾക്കാ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ ആ ഇലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോ തന്റെ വീട്ടിൽ നിന്ന് വെളിച്ചം ഇങ്ങനെ കാണുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ ഖൽബ് പിടഞ്ഞു, റബ്ബേ കൊണ്ടുവന്നിട്ട് കളഞ്ഞിട്ട് പോലും എന്റെ ഉമ്മ എന്നോട് വഴി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ചെറുപ്പക്കാരവരോട്ടമാ അതാ ഓടി ചെല്ലുമ്പോ പാറയുടെ പുറത്തിരിക്കുന്ന ഉമ്മ ദ്വാരക്കുന്നതെന്താ? ഈ മകനിക്ക് എതിരെയല്ല, അവനെ നശിപ്പിക്കണം എന്നല്ല, അവനെ ഇല്ലാതെയാക്കണമെന്നല്ല. ഉമ്മയുടെ ഒരേ ഒരു ദുആ, പടച്ചവനെ അവനെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയിട്ട് അണിയിച്ച് ഒരുക്കിയിട്ട് കവിളത്ത് മുത്തം കൊടുക്കുന്നു. അങ്ങനെ ഉള്ള സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോ ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദര, നമുക്ക് ഇൻഷാ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യാനുള്ള സമയമാണിത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ഇന്ന് നിങ്ങളുടെ ഇടത് ഭാഗത്തിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, അവര് നിസാരക്കാരല്ല, ദുആക്ക് പവറുള്ള ശരീരമാ. ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളോട് പറയുകയാണ്, നമ്മളെത്ര പഠിച്ചാലും, നമ്മളെത്ര വളർന്നാലും, നമ്മളെത്രത്തോളം വലിയ നിലയിലായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ മറക്കല്ലേ, നമ്മുടെ ഉമ്മാനെ നഷ്ടപ്പെടുത്തല്ലേ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഉമ്മാനെ ഓർക്കാനാ, അവരെ മറക്കാതെ ഇരിക്കാനാ. രണ്ടാമത്തത് പറഞ്ഞത് നിങ്ങൾ മരിക്കുമെന്നുള്ള ഓർമ്മ കൽബിൽ കൊണ്ടുവരാനാ. ഈ രണ്ട് കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുവന്നാൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യം
കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക, അള്ളാഹുവിനെ പറ്റി പഠിക്കുക, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്, എനിക്ക് സന്തോഷം തോന്നുകയാണ്. മറ്റുള്ള പല സമയത്തും ഞാൻ ഇവിടെ കടന്നു വരാറുണ്ടല്ലോ, എന്നാലും വളരെയേറെ അതപോടെ ഇരുന്ന അതപോടെ വാള് കേട്ടത് ഇന്നാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഏതായാലും വലക്കൽ ഹംദു യാ അല്ലാഹ്, വലക ശുക്റു യാ അല്ലാഹ്. ഈ വാളിവിടന്ന് കഴിയുന്നതോടുകൂടിയിട്ട് ഈ നാട്ടിന് ഇവിടെ ഉള്ള സഹോദരങ്ങൾ ഒരു സന്തോഷത്തിന്റെ ഒരു വൃക്ഷം നടാൻ പോവുകയാണ്. അസീസിക്ക ഉൾപ്പെടെയുള്ള, റിയാസ് ഉൾപ്പെടെയുള്ള, ഇലിയാസ് സാഹിബ് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രിയപ്പെട്ടവര് മിത്തബയിൽ ഉസ്താദിന്റെ പേരിൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, മിത്തബയിൽ ഉസ്താദിനെ ഇത്രയും സ്നേഹിക്കുന്ന വേറെ ഏത് നാട്ടുകാരാ? എന്തിനേറെ ആ ഒരു സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മുന്നോട്ട് വരുന്നത്. എന്തിനേറെ ഞാൻ ഇവിടത്തേക്കൊന്ന് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇർഷാദായി ഉസ്താദ് ഇറങ്ങി വരുമ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എന്തിനാണ് ഒന്നിനും കൊള്ളാത്ത എന്നെ കൂട്ടാൻ ഇറങ്ങി വന്നത്? നിങ്ങൾക്ക് അവിടെ ഇരുന്നാ പോരെ? പാവപ്പെട്ടവൻ നല്ല വിനയമുള്ളവനായതുകൊണ്ട് എന്നോട് പറയാ, ഞാനല്ലേ വരാനുള്ളത്.